ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിലെത്തിയതും ഗണേശ പൂജയിൽ പങ്കെടുത്തതും രാജ്യത്ത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വതന്ത്ര സ്വഭാവത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഇത് ഉയർത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കളും പ്രമുഖ അഭിഭാഷകരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ 2009-ൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പങ്കെടുത്തതിനെ ഉയർത്തിക്കാട്ടി മോദിക്ക് പരിചയൊരുക്കുകയാണ് BJP. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഹിന്ദു ആഘോഷങ്ങളിൽ മാത്രമല്ല ഗണേശ ചതുർത്ഥിയെ ആഘോഷിക്കുന്ന മഹാരാഷ്ട്രയോടും വിരോധമുണ്ടെന്നായിരുന്നു BJP ദേശീയ നിർവാഹക സമിതി അംഗവും IT സെൽ ഇൻചാർജുമായ അമിത് മാളവ്യ വിമർശിച്ചത്. ഗണേശ പൂജ വർഗീയവും ഇഫ്താർ പാർട്ടി മതേതരവുമാകുന്നത് ഇന്ത്യയിൽ ഇതാദ്യമായിട്ടൊന്നുമല്ല. മൻമോഹൻ സിംഗ് ഇഫ്താർ പാർട്ടി നടത്തുകയും അതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുകയും ചെയ്തത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും മതേതരത്വത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മോദി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിലെത്തി ഗണപതി പൂജയിൽ പങ്കെടുത്തത് ആർക്കും പിടിക്കുന്നില്ല. പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം മാത്രമല്ല, ഗണേശ ചതുർത്ഥിയും ഇക്കൂട്ടർക്ക് പ്രശ്നമാണ് എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗവും IT സെൽ ഇൻചാർജുമായ അമിത് മാളവ്യ തുറന്നടിക്കുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുതാര്യമായി നടന്ന ഇഫ്താർ പോലെയുള്ള ഒരു പൊതുപരിപാടിയും ഒരാളുടെ വസതിയിൽ സ്വകാര്യമായി നടക്കുന്ന മതചടങ്ങും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം ഇക്കൂട്ടർക്ക് മനസ്സിലാകുന്നില്ലെന്നായിരുന്നു BJPയുടെ പ്രതിരോധത്തെക്കുറിച്ച് കോൺഗ്രസ് മുംബൈ ഘടകം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു ന്യൂഡൽഹിയിലെ ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ പ്രധാനമന്ത്രി എത്തിയത്. ജസ്റ്റിസ് ചന്ദ്രചൂഡും ഭാര്യ കൽപ്പനാദാസും ചേർന്നാണ് മോദിയെ വീട്ടിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് നടത്തിയ ഗണപതി പൂജയിൽ പങ്കെടുത്താണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഇതാണ് വിവാദമായി മാറിയിരിക്കുന്നത്. മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷകയുമായ ഇന്ദിര ജയ്സിംഗ് ആണ് ആദ്യമായി വിമർശനവുമായി രംഗത്തെത്തിയത്. നീതിന്യായ വ്യവസ്ഥയും ഭരണനിർവഹണ വിഭാഗവും തമ്മിലുള്ള അധികാര വിഭജനത്തിലാണ് ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു ജയ്സിംഗിന്റെ വിമർശനം. ചീഫ് ജസ്റ്റിസിന്റെ സ്വതന്ത്ര നിലപാടിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടെന്ന് കടന്നു പറഞ്ഞ അവർ നടപടിയെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അപലപിക്കണമെന്നുകൂടി ആവശ്യപ്പെടുകയുണ്ടായി. ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർക്കുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ വിമർശനം. സ്വകാര്യമായൊരു മതകീയ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മോദി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ പോയത് അനുചിതമാണ്. ഭരണഘടന അനുശാസിക്കുന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുള്ളപ്പോൾ ഇത്തരമൊരു ചടങ്ങ് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പരസ്യമായി പ്രദർശിപ്പിച്ചതും തെറ്റായിപ്പോയെന്നും പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.